മോർണിംഗ്. സോ ഇന്ന് സൺഡേ ആണ് കേട്ടോ. എത്ര മണിയായി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 മണിയൊക്കെ ആയിക്കാണായിരിക്കും. ഞാൻ ഇപ്പം എണീക്കണുള്ളൂ. അപ്പം ഇന്ന് ഒരു അടിപൊളി സൺഡേ ആണ് കേട്ടോ. രാവിലെ എണീറ്റ് ഞങ്ങള് ഉപ്പുമാവും പിന്നെ പഴം കൂടിയിട്ട് കഴിച്ചു. എന്നിട്ട് ഞങ്ങളിപ്പോ ഉച്ചക്കേക്കുള്ള ഫുഡിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തേക്കൊണ്ടിരിക്കുക. ഞാനല്ല, അമ്മ രാവിലെ എണീറ്റ് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ചായ ഞാൻ ഓൾറെഡി ചായ കുടിച്ചതാ കേട്ടോ. ഇതിപ്പോ അമ്മയ്ക്കും ചേച്ചിക്കും വേണ്ടിട്ട് ഉണ്ടാക്കണം. ചേച്ചി ഒരു ഹായ് പറഞ്ഞ എന്റെ വ്ളോഗില്. എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് ചേച്ചി, ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. എല്ലാവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. ഇത് എന്റെ പൂച്ചേച്ചി. ചേച്ചി എന്നെ പറ്റി എന്തെങ്കിലും പറ. നല്ല കുട്ടിയെന്ന് പറയാം. നല്ല കുട്ടി. അപ്പം എന്നാൽ അമ്മേനെ കുക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ അമ്മയ്ക്ക് തക്കാളിയും സബോളയും അതൊക്കെ അരിഞ്ഞു കൊടുത്തു. ഞങ്ങൾ മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഉച്ചയ്ക്ക് മുട്ടക്കറിയല്ല, മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ. അമ്മ എൻ്റെ അടുത്ത് പള്ളിയിൽ പോയി വന്നപ്പോഴേക്ക് ഉണ്ടാക്കി വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എണീറ്റില്ല ഗോയ്സ്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഇടയായിട്ട് ഭയങ്കര ഉറക്കം. ഞാൻ ഉറക്കത്തിൽ നിന്ന് എനിക്ക് വന്നപ്പോഴേക്കും പിന്നെ എനിക്ക് മടിയായി. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി അമ്മ വന്നിട്ട് ഉണ്ടാക്കാന്നുള്ളത്. ഞാൻ വെയിറ്റ് കുറക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് ഒരു 5 കിലോ കൂടി. അതിൽ നിന്ന് ഇപ്പൊ ഞാനൊരു 1 കിലോ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെന്താണെന്നറിയോ, ഞാന് രാവിലെ 1 കിലോ കുറയും, പിന്നെ അത് രാത്രി ആകുമ്പോഴേക്കും ഞാൻ 1 കിലോ കൂടാം. എനിക്കറിയില്ല, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഞാൻ നോക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും, അതാണ് എൻ്റെ പ്രശ്നം. അങ്ങനെ ഞങ്ങൾ മുട്ടക്കറിക്ക് വേണ്ട പാൻ്റെ അടുപ്പും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ചൂടായി കിട്ടണം വരെ വെയിറ്റ് ആക്കാവേ. ഇവിടെ നമ്മുടെ പാൻ പുകഞ്ഞെ കൊണ്ട് കേട്ടോ. അമ്മ പ്ലേക്കിന്റെ വേറെ എന്തോ അന്വേഷിക്കാനായിട്ട് പോയി. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് അത്രയ്ക്കുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ചതച്ചിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അമ്മമാരിങ്ങനെയാണോ കറി വെക്കണേന്റെ ഇടയിലാണ് പറയാ വേപ്പിന്റെ ഇലൊക്കെ പൊട്ടിച്ചിട്ട് വരാനായിട്ട്. വേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോളയും അതിലേക്ക് മിക്സ് ആക്കാം കേട്ടോ. ഇനി അത് വഴന്ന് വരണ വരെ വെയിറ്റ് ആക്കണം. പിന്നെ ഇത് പെട്ടെന്ന് വരലാനാന്ന് പറഞ്ഞത് അമ്മ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് തന്നെ. ഒന്ന് വഴന്നു വന്നപ്പോഴേക്കും നമ്മൾ അതിലേക്കുള്ള പൊടികളൊക്കെ ആഡ് ചെയ്തു കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ യൂസ് ചെയ്തത്. പിന്നെ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മസാലപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെന്താ ഇളക്കിയെ കൊണ്ടിരിക്കാതെ. നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് കുറച്ചു നേരം മൂടി വെച്ചിട്ട് നമ്മൾ വേവിക്കണം. അങ്ങനെ എല്ലാം ഒന്ന് വഴന്നത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ജീരകപ്പൊടിയും അതുപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ആക്കുന്നതാണ്. ലാസ്റ്റ് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി, അതങ്ങനെ ഇരുന്ന് സെറ്റ് ആയിക്കോളൂ കേട്ടോ. ഇതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫോണിലെ ചാർജ് കഴിഞ്ഞ് ഓഫായിട്ടോ. അത് കാരണം നമ്മൾ ഫുഡ് കഴിക്കണ വിഷ്വൽസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കഴിഞ്ഞിട്ടാട്ടോ ബാക്കി. സൺഡേ ഈവനിങ് ആയിട്ട് ഞങ്ങളിത് ഇവിടെ കൃഷി ചെയ്യാനായിട്ട് ഇറങ്ങിയേക്കാം. വാഴ നട്ടേക്കൊണ്ടിരിക്കുക. അപ്പോഴാട്ടോ നല്ല മഴ പെയ്തത്. ഞങ്ങളുടെ കൃഷി കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ നമ്മുടെ പയറ്. നിങ്ങളുടെ അവിടെ ഇങ്ങനെയാണോ പയറ് നട? എനിക്കറിയില്ല. ഇവിടെ പപ്പ തന്നെ പാവയെ പോലെ പയറ് നട്ട് വെച്ചേക്കുന്നത്. പിന്നെ നല്ല മഴയായിരുന്നു. നിങ്ങളുടെ അവിടെ എങ്ങനെയാണ്? മഴയൊക്കെ കുറവുണ്ടോ? ഇപ്പോൾ എല്ലാവരും സേഫായിട്ടല്ലേ ഇരിക്കണേ? അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നമ്മൾ ഡ്രൈവിങ് പഠിക്കാമെന്ന് വെച്ചപ്പോഴാണ് ലെഫ്റ്റും റൈറ്റും അറിയില്ല ഗോയ്സ് എനിക്ക്. ഞാൻ ലെഫ്റ്റ് ഓടിക്കാൻ പറഞ്ഞാൽ റൈറ്റ് ഓടിക്കും. അങ്ങനെയാണ്. അല്ല ലെഫ്റ്റ് അല്ലേ, സോറി ലെഫ്റ്റ് റൈറ്റ് അറിയുള്ളൂ.
ഗിയറില്ല അല്ലെ, കിട്ടൂല. ഒന്നിന് പകരം എന്റെ ഗിയർ 3ലേക്ക് പോവാണോന്ന് നല്ല ഡൗട്ട്. ഞാൻ എക്സലേറ്റർ കൊടുക്കാണ്ടത് എങ്ങനെ വണ്ടി. അയ്യോ എനിക്ക് മനസ്സിലാവണില്ല ഇതിന്റെ ടെക്നിക്ക് എങ്ങനെയാ. വണ്ടിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. വണ്ടിക്ക് എന്തോ പ്രശ്നം നോക്കൂട്ടോ, എവിടെ തിരിക്കണ്ടേന്ന്. അടിക്കട്ടെ. അതെന്താ വണ്ടി ഷെയ്ക്ക് ആവണേ? നിർത്തേണ്ട സമയത്ത് പറയണേ. ഫൈനലി വാഷിംഗ് മെഷീൻ പ്രസവ വാർഡ്. കൊച്ചിന് അന്നത്തിന് തരുവിൻ്റെ കുക്കുടുശി. സോ ഇവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. സോ നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.